യുഎസിലെ 28 വലിയ നഗരങ്ങൾ അധികം വൈകാതെ വെള്ളത്തിനടിയിലാവും. ആഗോളതാപനത്തെ തുടർന്നുണ്ടാകുന്ന ഈ പ്രതിഭാസം വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അണക്കെട്ടുകൾ എന്നിവയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. കാനഡയിലെ ചില നഗരങ്ങളുടെ നിലനിൽപ്പും അപകടത്തിലാണെന്ന് പഠന റിപ്പോർട്ടുണ്ട്. എന്നാൽ അമേരിക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാനഡയിലെ അപകട സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുഎസിലെ ഏറ്റവും ജനസംഖ്യയുള്ള 28 നഗരങ്ങളിൽ ഉപഗ്രഹ അധിഷ്ഠിത റഡാർ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത്. ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ നാസയും നേരത്തെ പുറത്തുവിട്ടിരുന്നു. സമുദ്രങ്ങൾ അതിവേഗം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ താപനില വർദ്ധിക്കുന്നതിനാൽ ഹിമാനികൾ അതിവേഗത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണെന്നും അതുമൂലം സമുദ്രത്തിലെ ജലത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നാസ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2040 ആകുമ്പോഴേക്കും സമുദ്രനിരപ്പ് 7 സെന്റിമീറ്റർ ഉയരുമെന്ന ആശങ്കപ്പെടുത്തുന്ന വിവരവും നാസയുടെ റിപ്പോർട്ടിലുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളെയും ഇത് ബാധിക്കും. സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെയും ദ്വീപുകളെയും ഇത് വെള്ളത്തിനടിയിലാക്കും.